അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ ആളുകൾക്കിടയിലും കാണാൻ കഴിയും ഒരു വിഭാഗത്തെ, അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാകട്ടെ അള്ളാഹുവിനെ പേടിക്കൂല, പക്ഷെ ജനങ്ങളെ പേടിക്കും. ആദർശമാണെങ്കിലും എന്താണെങ്കിലും അള്ളാഹുവിനെ പേടിക്കേണ്ടടുത്ത് പേടിക്കാതെ മറ്റുള്ളവരെന്തെങ്കിലും കരുതിയേക്കുമോ, ഞാനീ പറയുന്നത് കൊണ്ട് പടച്ചറബ് തൃപ്തിപ്പെടുമോ ഇല്ലയോ എന്ന് കരുതാതെ, ജനങ്ങൾ ഇത് തൃപ്തിയാവോ ഇല്ലയോ എന്ന് കരുതിക്കൊണ്ട് പടച്ചറബിന് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ഇല്ലാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആവലാതിപ്പെടുന്നതിന് പകരം പടച്ചറബിനെ പേടിക്കാതെ ജനങ്ങളെ പേടിച്ച് കഴിയുന്ന ഒരു വിഭാഗം എക്കാലവും നമുക്ക് മുമ്പിലുണ്ട്. ഒരിക്കൽ സഖീഫ് ഗോത്രത്തിൽ നിന്ന് 10ഓളം ആളുകളെ, ആ ഗോത്രത്തലവന്മാരായിട്ടുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും സ്വീകരിക്കുന്നത് പോലെ ഈ വന്ന ആഗതന്മാരെയും സ്വീകരിച്ചു. സഖീഫ് ഗോത്രത്തിനൊരു പ്രത്യേകത ഉണ്ട്. അവർ റബ്ബ എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. എല്ലാം അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഭാഗത്തോട് ചോദിക്കുന്നുണ്ട്, വ്യഭിചാരം അരുത്, കള്ളുകുടി അരുത്, വഞ്ചന, പലിശ തുടങ്ങിയ തത്വങ്ങളെക്കുറിച്ചൊക്കെ വന്ന ആളുകളോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ കൂടെ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ പള്ളിയിൽ താമസിക്കാം. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയുടെ ഓരത്ത് ആ വന്ന സഖീഫ് ഗോത്രത്തിലെ ദൂതന്മാരൊക്കെയും താമസിപ്പിക്കുകയാണ്. ഹബീബിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം ഖുർആൻ ഓതി കേൾപ്പിക്കുക, ഈ ദീനിൻ്റെ മഹിതമായിട്ടുള്ള തത്വങ്ങൾ അവർ ഖുർആനിലൂടെ മനസ്സിലാക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടെ താമസിപ്പിച്ചത്. അങ്ങനെ ദിവസം നന്നായി അവർക്ക് വളരെ ആസ്വാദകരമായ ഒരു ദിവസമായി മാറി. അവസാനം അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് റബ്ബ എന്ന് പറയുന്ന വിഗ്രഹമുണ്ട്, ഞങ്ങൾക്കൊരു എക്സ്ക്യൂസ് തരണം, 3 വർഷത്തേക്ക് ആ റബ്ബ എന്ന് പറയുന്ന വിഗ്രഹത്തെ ഒന്നും ചെയ്യരുത്. ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്, ഞങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കി, അങ്ങയുടെ നിലപാടുകൾ മനസ്സിലാക്കി, എല്ലാ കാര്യവും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇസ്ലാം ആശ്ലേഷിക്കുന്നു. പക്ഷേ റബ്ബ എന്ന് പറയുന്ന എൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും എല്ലാ അർത്ഥത്തിലും അവരിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ വിഗ്രഹത്തെ തല്ലി തകർക്കരുത്. അള്ളാഹുവിൻ്റെ റസൂല് മനസ്സിലാക്കി ഇതൊരു ആദർശത്തെക്കുറിച്ചുള്ള വിലപേശലാണെന്ന്. ആദർശം ഒരിക്കലും പണയപ്പെടുത്താത്ത ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, 3 വർഷം നിങ്ങൾ ആവശ്യപ്പെടുന്നു, പക്ഷേ നടക്കില്ല. നിങ്ങൾ ഈ ഇലാഹിയായ അഥവാ തൗഹീദിലേക്ക് മടങ്ങുന്ന ആളാണെങ്കിൽ പിന്നെ എന്തിനാ റബ്ബയെ നിങ്ങൾ സൂക്ഷിക്കുന്നത്? ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞു. ആഗതന്മാർ അഥവാ ഈ വന്ന ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, 2 വർഷമെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആദർശത്തിൻ്റെ കാര്യത്തിൽ ഒരു ആണുവിടെ വീഴ്ചയില്ലാതെ പറഞ്ഞു, 2 വർഷം ഇല്ല, അതും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം അവർ അങ്ങേയറ്റം താഴ്മയോടെ ചോദിച്ചു, 1 മാസം. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 1 മാസം പറ്റില്ല. തൗഹീദ് എന്ന് പറയുന്നത് ആരാധനകൾക്കെതിരാണ്. നിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് വരികയാണെങ്കിൽ ആ റബ്ബയെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതില്ല. അപ്പോൾ അവിടെ നിന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ നാട്ടുകാർ അത് റബ്ബയെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾക്കൊരിക്കലും അതിനെ അപകടപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും അതിന് ശ്രമിക്കുകയാണെങ്കിൽ ദൈവകോപം വന്ന് അയാൾ മരിച്ചു പോകും, അല്ലെങ്കിൽ നരകിച്ച് മരിക്കുന്ന രംഗങ്ങളിലേക്ക് അയാൾ രോഗത്തിൽ പിടിപെടും എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥ കേട്ടിരിക്കുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അങ്ങനെയോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അത് കേവലം മണ്ണും കല്ലും നിറച്ച ഒരു വിഗ്രഹമല്ലേ എന്ന് ആ സദസ്സിൽ നിന്ന് ചോദിക്കുമ്പോൾ വന്ന സഖീഫ് ഗോത്രത്തിലെ ദൂതന്മാർ അവരോട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അല്പം ദേഷ്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കാനല്ല ഞങ്ങൾ വന്നത് ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭാഷയിൽ മുഹമ്മദിനോട് സംസാരിക്കാനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഥ തുടർന്നു, കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു. അവസാനം പറഞ്ഞു, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആ റബ്ബയെ നശിപ്പിക്കാൻ എന്തു ചെയ്യും? അവിടെ നിന്ന് പറഞ്ഞു, എൻ്റെ അനുചരന്മാരിൽ ചിലരെ ഞാൻ അങ്ങോട്ട് അയക്കും. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഒരു പോറലുമേൽക്കാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ഇത്രയും നാൾ അപജയങ്ങളൊക്കെ ചെയ്തു തീർത്തിട്ടുള്ള എല്ലാത്തിനും നിങ്ങൾ തന്നെ സാക്ഷിയായിട്ട് അവിടെ അവസാനിക്കും.
അങ്ങനെ വളരെ വലിയ ആൾക്കൂട്ടങ്ങളൊക്കെ വന്നു. മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു കഴിഞ്ഞു, ഏത് വഹാബി പ്രസ്ഥാനത്തോടാണെങ്കിലും ഏത് മുജാഹിദ് പ്രസ്ഥാനത്തിനോടാണെങ്കിലും ബിദ്അഈ ആശയത്തിനോടാണെങ്കിലും ഒരാണുയുടെ വിട്ടുവീഴ്ചയില്ലാതെ സുന്നത്ത് ജമാഅത്തിനെ ഏത് അർത്ഥത്തിൽ പരിഭാഷിപ്പിക്കണമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. സഖീഫ് ഗോത്രത്തിൻ്റെ ആകെയുള്ളൊരാവശ്യം ഞങ്ങളിത് അംഗീകരിക്കുന്നു, പക്ഷേ റബ്ബയെ നശിപ്പിക്കരുത്. റബ്ബയെ 3 കൊല്ലമെങ്കിലും ഈ സംരക്ഷണം കൊടുക്കണം, അല്ല 2 കൊല്ലം, അല്ലെങ്കിൽ 1 കൊല്ലം, 1 മാസം, ഒന്നിനും ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുമതി കൊടുത്തില്ല. അത് ആദർശമായിരുന്നു. ആദർശത്തിൽ വിലപേശാൻ തരില്ല, അവസരം തരില്ല. അള്ളാഹുവിൽ അംഗീകരിക്കുകയാണോ, പിന്നെ അങ്ങനത്തെ ഒരാൾ ആവശ്യമില്ല. അല്ലേ, അംഗീകരിക്കാതെ മുന്നോട്ട് പോവുകയാണോ, നിങ്ങളുമായി ചർച്ചയ്ക്ക് ഞങ്ങളില്ല എന്ന് പറയുന്ന വളരെ സുതാര്യമായിട്ടുള്ള ചിന്താഗതി, വളരെ സുതാര്യമായിട്ടുള്ള ഇടപെടലുകൾ. അങ്ങനെ അവസാനം അവർ മുസ്ലിമായി സ്വന്തം നാട്ടിലേക്ക് അവർ പോവുകയാണ്. കൂടെ അനുചരന്മാരായിട്ടുള്ള മഹാനായിട്ടുള്ള വലിയ സ്വഹാബത്തിനെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തത്വങ്ങളൊക്കെ മുറുകെ പിടിക്കുന്ന ബഹുമാനപ്പെട്ട സ്വഹാബികൾ കൂടെ ചെല്ലുകയാണ്. അവിടെ എത്തിയപ്പോൾ വിഗ്രഹത്തെ നശിപ്പിക്കാൻ പ്രവാചകൻ്റെ അനുമതി ലഭിച്ച ഉടനെ അവിടെ എത്തിയ സ്വഹാബാക്കൾ, ആ നാട്ടുകാരായ ആളുകൾ, അഥവാ ഇവിടെ നിന്ന് കൂടെ പോയ ആളുകളൊക്കെ നാട്ടുകാരെ വിളിച്ചു പറയുന്നു, നമ്മുടെ റബ്ബയെ നശിപ്പിക്കുകയാണ്, നമ്മളൊക്കെ ഇസ്ലാം മതം സ്വീകരിക്കണം. ഇന്ന് വരെ നമ്മൾ കേട്ടതല്ല ഇസ്ലാം. തീർച്ചയായും അതിൽ ആദർശ വിശുദ്ധിയുണ്ട്. നന്മകളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, മനുഷ്യത്വമുണ്ട്. അങ്ങനെ വന്ന ആളുകളുടെ സഹകരണത്തോടുകൂടെ ആ നാട്ടുകാർ അനങ്ങാതിരുന്നു. അവസാനം അതിനെ നശിപ്പിക്കാൻ പോവുകയാണ്. ആ കാലം അത്രയും റബ്ബയെ ഒരു വലിയ ദൈവമായിട്ട് ആരാധിക്കുകയും അതിനെന്തെങ്കിലും പോറലേൽപ്പിച്ചാൽ ദൈവകോപം കൊണ്ട് ആ കുലം തന്നെ ഇല്ലാതാവുകയും ചെയ്തുവെന്ന മിഥ്യധാരണയ്ക്ക് പര്യവസാനം കുറിക്കുകയാണ്. അവരുടെ വിഗ്രഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആദ്യമായിട്ട് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവയും അതേപോലെ തന്നെ മുഗീറത്ത് ബിൻ ഷൈബ റളിയല്ലാഹു അൻഹയും അങ്ങോട്ട് ചെന്നു. അനുഭവം ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ ആശങ്കയിൽ ജനമാകെ ഇങ്ങനെ തടിച്ചു കൂടുകയാണ്. എങ്ങാനും നശിപ്പിച്ചാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഏതായിരുന്നാൽ മുഗീറത്ത് ബിൻ ഷൈബ റളിയല്ലാഹു അൻഹു തൻ്റെ അനുചരന്മാരോട്, കൂടെ ചെന്ന അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഞാനൊന്ന് ചിരിപ്പിക്കും. എന്തേന്ന് ചോദിച്ചു. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ചിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ മുഗീറത്ത് ബിൻ ഷുഅബ റളിയല്ലാഹു അൻഹു ആ ഒരു മഴുവെടുത്തിട്ട് ആ വിഗ്രഹം ആയിട്ടുള്ള റബ്ബയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. അങ്ങനെ പോയപ്പോൾ അങ്ങനെ അന്ന് വരെ ആരാധിച്ച, ആ നിമിഷം തൊട്ട് മുമ്പ് വരെ ആരാധിച്ച ആളുകൾക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. അവസാനം ആ മഴുവെടുത്തിട്ട് ഒരു കൊത്തു കൊടുത്തു. ആ തട്ട് കൊടുത്തപ്പോൾ തന്നെ അതാ കിടക്കുന്ന താഴെ 4 കഷ്ണമായിട്ട്. മുഗീറ റളിയല്ലാഹു അൻഹു മുഗീറത്ത് ബിൻ ഷുഅബ റളിയല്ലാഹു അൻഹു ആ മഴ ഒരു ഭാഗത്തേക്ക് വെച്ച് പടങ്ങ് വളരെ വലിയ പ്രയാസം, ദേഹ അസ്വസ്ഥത കൊണ്ട് പടക്കുന്നത് പോലെ അവിടെ നിന്ന് പടക്കുന്നു. അത് കണ്ട് അവിശ്വാസികളായ റബ്ബയുടെ വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു, കണ്ടോ മുഹമ്മദിന് തെറ്റുപറ്റി, മുഗീറ അവസാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു, ദൈവകോപം കൊണ്ട് അവൻ്റെ കുടുംബം തന്നെ ഇല്ലാതെയായി പോകും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിനിടയ്ക്കുണ്ട് മുഗീറത്ത് ബിൻ ഷുഅബ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നു. ബനു സഖീം, മഹാ അബദ്ധമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന, മനസ്സിനെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, ഇതിനെന്തെങ്കിലും ചെയ്താൽ എന്തോ സംഭവിക്കും, അതെത്രത്തോളം നിങ്ങൾക്ക് തീവ്രമായിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കാൻ ഞാൻ അവിടെ കടന്നു പടച്ചതേ ഉള്ളൂ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ആ ജനങ്ങളുടെ മുമ്പിലൂടെ നടന്നു വന്നു. അവിടെയാണ് മുഗീറത്ത് ബിൻ ഷുഅബ റളിയല്ലാഹു അൻഹു വലിയൊരു ആഹ്വാനം ചെയ്യുന്നത്. പടച്ച റബ്ബിന് വേണ്ടി ആദർശത്തെ വിൽക്കരുത്. പടച്ച റബ്ബിന് വേണ്ടി നമ്മൾ നന്മയെ ആഗ്രഹിച്ച് ചെയ്യണം. പടച്ച റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ ഒരടിമയെന്ന നിലക്ക് എല്ലാവരോടും നന്മയിൽ ചിന്തിക്കണം. വഹാബിസത്തെയോ അല്ലെങ്കിൽ ബിദ്അഈ പ്രസ്ഥാനത്തെയോ നമ്മൾ അനുനയിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആദർശ വിശുദ്ധി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളൊക്കെ ഒന്ന് നോക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു ഹദീസുണ്ട്, അള്ളാഹുവിനെ വെറുപ്പിച്ച് ജനങ്ങളുടെ പ്രീതി നേടാൻ ശ്രമിച്ചാൽ അള്ളാഹുവിനോട് കോപിക്കുകയും അതുപോലെ തന്നെ മനസ്സിൽ അവനോട് വെറുപ്പുണ്ടാക്കുകയും ചെയ്യും. മാത്രമല്ല ജനങ്ങൾക്ക് അനിഷ്ടകരമാണെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതിക്കായി പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയും ജനങ്ങളെ അവർക്ക് പ്രിയങ്കരാക്കുകയും ചെയ്യും. ആദ്യ തവണകളൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ ഇസ്ലാമിക അഥവാ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും പറയുന്നവരൊക്കെ ആദ്യം അകറ്റി നിർത്തും. പക്ഷേ അള്ളാഹുവിനെ ആഗ്രഹിച്ചുകൊണ്ട് കൃത്യമായി ഇടപെടുന്ന ആളുകളെ പിൽക്കാലത്ത് അകറ്റി നിർത്തിയ ആളുകൾ തന്നെ നെഞ്ചേറ്റുന്ന സ്വഭാവങ്ങൾ നമ്മൾ ഈ
കാലിക നമ്മുടെ ഈ സാഹചര്യത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെയാണ് പഴയ കാലത്തും അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാരായാലും അതുപോലെ മറ്റു മുശ്രിക്കുകളായാലും അവരോടൊക്കെ സമീപിച്ച ഈ സമീപനം കൃത്യമായിട്ട് നമ്മൾ നടന്നെടുക്കണം. അല്ലാതെ തത്വങ്ങളൊക്കെ വിട്ടുകൊണ്ട് എല്ലാ അർത്ഥത്തിലും എല്ലാം ഓക്കെയാണെന്ന് പറയുന്ന വിശാല മനസ്സുണ്ടല്ലോ, അത് അപകടമാണ്. അങ്ങനെയാണെങ്കിൽ ഈ റബ്ബെ 3 വർഷത്തേക്ക് ചോദിച്ചപ്പം, അവസാനമായി ഒരു മാസത്തേക്ക് ചോദിച്ചപ്പം അവിടെ നിന്നോട്ടെ എന്ന് ഹബീബ് പറയുമായിരുന്നു. പറഞ്ഞില്ല. കാരണം ഇത് എല്ലാ അർത്ഥത്തിലും തത്വങ്ങളെ മുറുകെ പിടിക്കേണ്ട ലോകമാണ് ഇസ്ലാമിക ലോകം. അതിലൊരു അണുവിടെ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഇസ്ലാമിൻ്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.